ആര് ചോപ്ര തന്നെ? എന്തോ അറിയാത്തൊരു നമ്പര. എന്താണ്? ഹലോ ഹലോ, സുരഭി അല്ലേ? ആ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ദുഃഖമുണ്ട്. ഞാൻ ഇനി പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണം. സുരഭിയുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവർ ചുറ്റിലുമുണ്ട്, സംശയമൊന്നുമില്ല അതിനകത്ത്. പക്ഷേ സുരഭി പിക്കിൾസ് എന്ന കമ്പനിയുടെ വളർച്ചയിൽ സന്തോഷിക്കാത്ത ഒരാൾ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. നിങ്ങൾ ആരാണ്? മനസ്സിലായില്ല. ഞാൻ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കൺമുമ്പിലുള്ള ആ വ്യക്തി മറ്റാരുമല്ല, സാക്ഷാൽ സുഹാസിനി, ചന്ദ്രഹാസത്തിലെ സുഹാസിനി. കട്ടായ? എനിക്ക് എപ്പോഴും അറിയായിരുന്നമ്മ. ഞാൻ സംശയിച്ചതുപോലെ തന്നെ. ഇത് ഇന്നും ഞാൻ തുടങ്ങിയതല്ല, ഇത് കുറെ നാളായി തുടങ്ങിയിട്ട്. ഇതങ്ങനെ വിട്ടാൻ പറ്റൂല. എനിക്ക് അവരെ കണ്ട് രണ്ട് കൊടുക്കണം. മിണ്ടാതിരുന്നാണ് വെറുതെ ബഹളം ഉണ്ടാക്കി മറ്റുള്ളവരെ അറിയിക്കരുത്. നമുക്ക് മാത്രമാണ് നഷ്ടം. നമുക്ക് സാവധാനം ചോദിക്കാം. ഇല്ല അമ്മ, എനിക്ക് അവരെ മൂത്ത് കണ്ട് കൊടുക്കണം. മക്കളൊന്ന് സമാധാനപ്പെടാം. അമ്മ പറയണമൊന്ന് കേട്ടാണ്. വെറുതെ ഈ സമയത്ത് പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഇല്ല അമ്മ, എനിക്ക് സഹിക്കാൻ പറ്റൂല. മാറ്. സുരഭി, നീ എന്തോന്നാണ് ഈ പറഞ്ഞോണ്ട് വരുന്നത് തുള്ളിക്കൊണ്ട്? ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ. കഷ്ടം തന്നെ. നിങ്ങളുടെ അനുഗ്രഹം മേടിച്ചില്ലേ ഞാൻ അന്ന് ചെറിയ രീതി ഈ കമ്പനി തുടങ്ങിയത്? അമ്മയ്ക്ക് അത് ഇഷ്ടമില്ലാതെ അന്ന് എന്നെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ തുടങ്ങുമായിരുന്നോ? അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചെന്നാ? എന്താ സംഭവിച്ചെന്നോ? ഇവിടെ വന്ന മുംബൈക്കാരെ അമ്മ പറഞ്ഞു വിട്ട ആളല്ലേ? മാർക്കറ്റിംഗ് മാനേജറെ ഞാൻ പറഞ്ഞു വിട്ടെന്നോ? എനിക്ക് ആരോട്ട് അറിഞ്ഞുകൂടെ? ഞാൻ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. നീ എന്തോ ഈ പറയുന്നേ? എല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഇതെന്ത് കാര്യം പറയണ്ടേ? എന്തോന്ന് വെച്ചാല് എഗ്രിമെന്റ് അമ്മയെ കൊണ്ട് കാണിച്ചപ്പോ അമ്മ പഴഞ്ചൊല്ലടിച്ചു. ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം. അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ ചട്ടിയിലാക്കും എന്നുള്ളത്. അതെ അതെ അതെ, എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് വെറുതെ വന്ന് എന്റെ കൊച്ചമ്മ മണ്ടയ്ക്ക് കയറരുത് കേട്ടോ. ഞാൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ആരൊക്കെ പറഞ്ഞു കേട്ടല്ല മുത്തോളാ ഞാൻ വന്ന് പറയുന്നത്. പിന്നെ എല്ലാ സത്യം അറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. എന്തുവാടാ ഇവക്ക്? ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ നീ ഇവിടെ കുറെ പ്രസംഗിച്ചല്ലോ, നീ അതെല്ലാം ഒന്ന് തെളിയിച്ച് കാണിക്കും. ഞാൻ തെളിയിക്കും, ഞാൻ തെളിയിച്ച് കാണിക്കും. ഈ സുരഭി ആണെങ്കിൽ തെളിയിച്ച് കാണിക്കും. സുരഭി തന്നെ അങ്ങ് തെളിയിച്ചാ മതി. ചെല്ല്. എന്റെ ദൈവമേ, എന്തിന്റെ സുഖമാണ് ഇതിനൊക്കെ? കൊള്ളാം അമ്മ, വളരെ നന്നായിരിക്കുന്നു. അമ്മ ഇത്രയും തരം താഴ്ന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ തലയും വാലും അറിയാതെ വെറുതെ കൊച്ചമ്മയോട് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ ഒരു കാര്യമില്ലാതെ സുരഭി ഇവിടെ ഒന്ന് ഇങ്ങനെ പറയുമോ? അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. ഓ കഷ്ടം, കുഞ്ഞു അങ്ങനെ വിശ്വസിച്ചല്ലോ. ഒരു വാക്കും കേട്ടിട്ട് കഴുത്തിറക്കാൻ വാളും കൊണ്ടുവന്നേക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ ബോംബെക്കാരനെ ആനയിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോ ഉണ്ടല്ലോ, എഗ്രിമെന്റ് ഇരുന്ന സമയത്ത് സാക്ഷിയായിട്ട് കുഞ്ഞു ഉണ്ടായിരുന്നു. അത് മറക്കരുത്. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു പോയി, അത് കുറ്റമായി പോയാ. അമ്മ മറ്റേ പണിയണ്ണ പ്രതീക്ഷ വിളിക്കണ്ട, പോട്ട്. ഒത്തു, നീ അങ്ങനൊന്നും അവനോട് കയറി പറയണ്ടായിരുന്നോ? ആന്തോ കൊച്ചമ്മ, എനിക്കെങ്ങനെ പറഞ്ഞൂടെ? ഞാൻ എടുത്തോണ്ടിരുന്ന കുഞ്ഞല്ലേ. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ കൊച്ചമ്മ? ഇല്ല, കാലം മാറിപ്പോയടാ. അതിനുള്ള അധികാരമൊന്നും ഇപ്പൊ നിനക്കില്ല. ശരിയാണ്, കൊച്ചമ്മയ്ക്ക് ഞാൻ വെറൊരു വേലക്കാരനായിരിക്കും. പക്ഷേ കൊച്ചമ്മയെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയെ പോലെയാണ്. അമ്മയെ പോലെ എന്നല്ല, എൻ്റെ അമ്മ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും എൻ്റെ അറിയാതെ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കൊച്ചമ്മ, ക്ഷമിക്കണം.